ഉണ്ടാളിയാ ഇടിയ പൊട്ടൽ അങ്ങനെ ഒന്നുമില്ലല്ലോ. ഗായ്സ്, അപ്പം ഇന്നത്തെ പരിപാടി സോളൊക്കെ ഇന്നലോടെ ഉണ്ടായിരുന്നു കേട്ടാ. അപ്പം നമ്മൾ നേരെ ട്രിവാൻഡ്രം മാതാവിലോട്ട് പോവേന്. അപ്പോൾ പൊളിക്കണ്ടേ? എക്സ്ട്രീം ഓഫ് റോഡാണ്. അപ്പൊ ഇന്നെന്തായാലും വീഴ്ച, പടവൻ, വണ്ടിയുടെ ഹാൻഡിൽ ബാർ ബെൻഡ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. പ്രതീക്ഷിക്കാം. ജസ്റ്റ് കുറച്ച് വീഡിയോ ഒക്കെ കാണിച്ച് നമ്മൾ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് അറിയാം ബാക്കി എന്താണ് അവസ്ഥ. അതെ, അപ്പൊ നമ്മൾ പോകാനായിട്ട് എല്ലാവരും റേസിന്റെ ജേഴ്സി കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട് ഇരിക്കാൻ കേട്ടാ. സോളയുടെ വണ്ടി വായിക്കുന്ന അജീഷ് ബ്രോ, അജു പൊളിക്കണ്ടേ? ഇന്ന് പൊളിക്കണം. യെസ്, വഴി പോക്കാൻ. അജീഷ് ബ്രോ സെറ്റ് ആക്കണ്ടേ? വരുത് അത്രേ ഉള്ളു. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇനിയിപ്പോൾ നമുക്ക് നെടുമ്പങ്ങാട് ഉണ്ട്. നെടുമ്പങ്ങാട് ഒരു ഫ്രണ്ട് കൂടി ജോയിൻ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. രണ്ട് ഫ്രണ്ട്സുകളുണ്ട്. അവരെല്ലാവരെയും കൊണ്ട് നമുക്ക് മാതാവിലേക്ക് ഇടാം. പോയി മടുത്തൊരു സംഭവമാണ്. മടുത്തെന്ന് വെച്ചാൽ ചെറിയ പേടി ഉണക്കുന്നൊരു സംഭവമാണ് കേട്ടോ മാതാമല. അപ്പോൾ നമുക്കിനി എല്ലാവരും കൊണ്ടുപോയി അടിപൊളിയാകാം. ഓടാമാ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സമയം ഉച്ചയ്ക്ക് 12:15 അപ്പോഴാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ രാവിലെ ഇറങ്ങാനാണ് പ്ലാൻ ആക്കിയത്. പക്ഷേ എനിക്ക് കൊട്ടാരക്കര ഒരു ഷോപ്പിന് ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്ന് എന്നിട്ട് നമ്മൾ നമ്മുടെ ട്രാക്കിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഓ മോനെ സീൻ, നമ്മൾ ഏകദേശം നമ്മുടെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇൻഡിക്കേറ്ററില്ല. അപ്പോൾ ഇതാ എത്താറായപ്പോൾ ഒരു രക്ഷയില്ല. മഴ പെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ചൂടും കാര്യങ്ങളും എല്ലാം പോയി നല്ല ചില്ലായിട്ട് നമ്മളിപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം എന്ന് പറഞ്ഞാൽ ഒരു മഴ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. മഴ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഗോപ്രയും മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ ഐഫോണും മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒളിപ്പിക്കാൻ വേറെ ഓപ്ഷനില്ല. അപ്പോൾ ദാ മഴ കഴിയുന്നില്ല. വീണ്ടും നമ്മൾ പോകുന്ന റൂട്ട് ഫുള്ള് പെരുമഴ തന്നെ കേട്ടാ. എന്തായാലും നമുക്ക് മഴയത്തും നമുക്ക് അടിച്ചു പൊളിച്ച് ഈ ഒരു ഓഫ് റോഡ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ മാതാമലയുടെ ഫ്രണ്ടിൽ എൻട്രൻസിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ മച്ചന്മാരെല്ലാം പുതിയ കുറച്ച് ആൾക്കാരായിട്ട് നമ്മൾ മാതാമല കീഴടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പയ്യെ ഓരോരുത്തരായിട്ട് മലയിലോട്ട് കയറാം. മഴയത്തുള്ള അനുഭവം എങ്ങനെയാണെന്ന് കണ്ടറിയാം. രണ്ടും നീ തന്നെ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ആദ്യത്തെ ചെറിയൊരു ടാസ്ക് വളരെ ലാഗ് അടിക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ കയറി തരാനായിട്ട് പറ്റിയിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ട് തറയൊക്കെ കുറച്ചും കൂടെ ഉറച്ചു കിടക്കുകയാണ്. ഈ നമുക്ക് അടുത്ത ടാസ്ക് പിടിക്കാനായിട്ട് മുകളിലോട്ട് തന്നെ പോക്കളയാം. മാതാമലയുടെ ഒരു ടാസ്ക് എന്ന് പറയാൻ പറ്റിയ സ്പോട്ടാണ് ഈ കാണുന്നത്. പക്ഷേ കഴിഞ്ഞാണ് അന്നെ കാട്ടി അടിപൊളിയായിട്ട് ഇപ്പോൾ റോഡ് തെളിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. അതായത് ഉരുളം കല്ലൊക്കെ മാറി നമുക്ക് സ്മൂത്തിന് കയറാൻ പറ്റുമെന്ന് പറയുന്നില്ല, എങ്കിലും ടാസ്ക് ഉണ്ട്. എന്തായാലും മുമ്പത്തെ അത്രയും ടാസ്ക് ഇപ്പം ഇല്ല. പിന്നെ എന്തൊക്കെ ഉണ്ടല്ലോ വിശേഷം? വീട് കിട്ടിയാ
മാതാമലയുടെ ആദ്യത്തെ പടവലിൽ ചെറിയൊരു പണി കിട്ടി. അതിൽ ചെറിയൊരു മുറിവ് സംഭവിച്ചു. ആ പെയിനും കൊണ്ട് വീണ്ടും നമ്മൾ മാതാമല കീഴടക്കാനായിട്ട് പോവേ കേട്ടോ. അപ്പം ആ ഒരു ടാസ്കും കഴിഞ്ഞ് നമ്മൾ അടുത്ത ടാസ്കിലേക്ക് പോകാനായിട്ടാ. ഇപ്പം കയറുന്ന ഈ വഴിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഭയങ്കര ടാസ്ക്കായിരുന്നു. കുറേ ടൈമൊക്കെ ലാഗായ സംഭവമായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ചും കൂടെയൊക്കെ ഈസി ആയിട്ട് കയറി പോകാനായിട്ട് പറ്റുന്നുണ്ട്. സ്റ്റക്കായി. തോന്നി ഞാൻ നിങ്ങൾ കൂട്ട് വന്നതാ. അപ്പം കയറാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ച് ഇറക്കിയിട്ട് ഒന്നുകൂടെ ഇതുവഴി കയറ്റാനായിട്ട് പോകാനേട്ടാ. പയ്യണച്ചത് ഓക്കെ സെറ്റ്. ഒരു പുഷ് കൂടെ മതി. അണ്ണൻ ഇപ്പൊ എടുക്കാതെ പറഞ്ഞ് എടുത്തതാ. വീണ്ടും അപ്പോൾ നമ്മൾ ഏകദേശം പകുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇതിനേക്കാൾ വീഴേണ്ടതാണ്. എൻ്റെ പുതിയ മിറർ പോയി. ഓഫ് റോഡ് വരുമ്പോൾ മിറർ ഊരണമെന്നും എല്ലാവരും പറയും. അത് എനിക്കും അറിയാവുന്നതാണ്. പക്ഷേ അവിടുന്ന് വന്നിട്ട് ദൂരി എവിടെ വയ്ക്കാനാണ് എത്ര കഴിയണോ? കഴിഞ്ഞ രാത്രി ഒന്ന് ഇവിടെ മെഴുകി. എന്താ എന്താ അളിയാ കിടക്കണം. സീമനുണ്ടാളിയാ ഇടിയ പൊട്ടൽ അങ്ങനെ ഒന്നുമില്ലല്ലോ. സാധാരണ നമ്മൾ ഇതിന്റെ താഴെ വരെ വയ്ക്കാറുണ്ട്. ആണോ? ഇതിങ്ങോട്ട് ഞാൻ വണ്ടി കയറിയിട്ടില്ല. ഇവിടെ കയറാൻ പാടാ. ഇത്തവണ ഇവിടം വരെ കയറി പോയി.
ഇളവേതേ ഉള്ളു. അതെങ്ങനെ കയ്യിൽ നിന്ന് പോയാ വണ്ടി? ഇങ്ങോട്ട് എടുക്കാൻ ശ്രമിച്ചല്ലേ? റോട്ടിലേക്ക് ഇരുന്നോ, മറ്റേ ചിലപ്പോൾ നമ്മൾ കാണൂല. എടാ താഴെ കുഴി പോടാ. ഓ കുഴിന്ന് വലിച്ചോണ്ട് വരെയാണ്. എന്റെ പഴയ വയസ്സറാ കഴിഞ്ഞോണ്ടാ പോയത്. ഇവിടെ വീടായിരുന്നു കഴിഞ്ഞ 360 അടിച്ചത്. എന്റെ പഴയ വയസ്സിൽ കിട്ടി കാഴ്ച. ഫസ്റ്റ് അനുഭവം. താങ്ക് യു. ഞാൻ അവിടെ വീണെടുത്ത് അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞാ ഇവൻ കയറി വരാ ഈ സൈഡ് ക്ലച്ചിന്ന് റിലീസായി വണ്ടി അയറി പോയി വീല് പോലെ അങ്ങ് എന്റെ വയസ്സർ പൊട്ടി കാലി ടവറിന്റെ. അയ്യോ വയസ്സർ കഥ അതാ ഞാൻ ഓടിയോടാ. ആ വീലിങ്ങോട്ട് കയറ്റിയാൽ ഹാൻഡിൽ ബാർ പൊക്കാൻ പറ്റുമോ? ഓ ഇല്ല എടാ അടിയിലൊരു കല്ലെടുക്കാൻ ട്രോളിയാ ഇവിടെ. അത് പൊക്കിയാലേ അടക്കോളൂ, പോവില്ല. ആ ആ ഓ ആ പാറയിൽ പോയിരാ. അവിടെ ആ പാറയിലാണെങ്കിൽ കുട്ടേട്ടനായേനെ ഇപ്പം. പ്രൊട്ടക്ഷനായിട്ട് വഴിപോക്കിന് കൊടുത്ത ഷൂ ആണ് കേട്ടാ. മറ്റേ അത് കാണത്തില്ലല്ലേ, വൺ പ്രൊട്ടക്ഷൻ ആയിപ്പോയല്ലേ. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത്ര ഹെറ്റ് കയറുന്നത് നാദാവലിയിൽ. ഏറ്റവും ടോപ്പിൽ കയറിയില്ല. ഇവിടെ അങ്ങോട്ട് നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാവരും ടയർഡായി നേരം ഇരുട്ടി. അപ്പോൾ നമ്മൾ കുറച്ച് ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ വരെ കയറ്റിയത് വണ്ടി. എല്ലാവരും ഒരു പാറയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടുന്ന് ചില്ലായിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നതായിരിക്കും. സോളോ എങ്ങനെയുണ്ട് സോളോ? നമുക്ക് ട്രിവാൻഡ്രത്തിന് ഇങ്ങനെ ഒരു വ്യൂ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. അപ്പൊ അതും കാണാൻ പറ്റി. അജു രണ്ട് വാക്ക്, അജുന്റെ വാക്കാണ് കേൾക്കേണ്ടത്. ട്രിവാൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം ഓർമ്മ വരുന്നത് ഡബിൾ ഡെക്കർ ബസ്സും സെക്രട്ടേറിയറ്റും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ട്രിവാൻഡ്രത്തിന്റെ വ്യൂ കാണിച്ചു തന്നതിന് പ്രത്യേകമായിട്ട് സനലിന് നന്ദിയെന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നില്ല. സോ ഇല്ല, ഇങ്ങനെ ഒരു മലമുകളിൽ നിന്നിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സൺസെറ്റ് ഇല്ല, പക്ഷെ എന്നാലും സമയം ഈ 6:30 ആവുന്ന ഈ സമയത്ത് നിന്ന് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ കാണുമ്പോൾ ആ സന്തോഷം അനുഭവിച്ചു തന്നെ അറിയണം. ആ നന്ദിയുടെ ഭാഗമായിട്ട് സനല് നമ്മുടെ വണ്ടിയിൽ നഷ്ടപ്പെട്ട പാർട്സ് എല്ലാം അവന്റെ ഷോപ്പിൽ നിന്നും നെക്സ്റ്റ് ഗിയറിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. ഭാഗ്യം വെച്ചാൽ ഈ വണ്ടിയുടെ ഒരു സ്പെയറും അവിടെ ഇല്ല. അവിടെ നിന്ന് മാത്രമല്ല ലോകത്ത് എവിടെ ഇല്ല. കസ്റ്റം പൈസ പോയി സമയം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് ആ പാറയുടെ മുകളിൽ ഒരുപാട് നേരം ഇരുന്ന് ഒരുപാട് സംസാരിച്ച്. അപ്പോൾ റൈഡ് നമ്മളെ ഓഫ് റോഡ് ഇവിടെ വെച്ച് സ്റ്റോപ്പായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴി ടാസ്ക്കാണ്, നല്ല ടാസ്ക്കാണ്, നല്ല കയറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് സ്ലിപ്പറി ആയിരിക്കും, വീഴാൻ ഇനിയും ഒരുപാട് ചാൻസ് ഉണ്ട്. പക്ഷെ മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് കയറി പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ താഴേന്ന് ഇവിടം വരെ വന്നപ്പോൾ തന്നെ നമ്മളും വണ്ടിയും ഒരുപാട് ടയർഡായി. അപ്പം തിരിച്ച് കൊച്ചിക്ക് സോളോയ്ക്കും അതുപോലെ അജീഷ് ബ്രോയ്ക്കും അജുനൊക്കെ കൊച്ചിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് റൈഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഈ വന്ന വഴി ഫുള്ള് നമ്മളിത് തിരിച്ചിറക്കുന്നതാണ്. അങ്ങനത്തെ നേരത്ത് നല്ല ഇരുട്ടാവും. അപ്പം നമുക്കിനി നൈസിട്ട് താഴോട്ട് ഇറക്കാം. വേണമെങ്കിൽ കയറിക്കോ, കയറണോ?
എടാ വിടറാ, എന്നെ വിടറാ. പട്ടി പറ്റി പോലെ ഷൂ ആയി തുടങ്ങിയിരിക്കുക. എടാ എന്റെ കാർ നിർത്തടാ. മിണ്ടാതിരുന്ന് അവനെ പിടിച്ച് വണ്ടി കയറ്റിയതാ. വരുന്നില്ല, വരുന്നില്ലേ? വണ്ടികൾക്ക് വന്ന കേടുപാടുകൾ കാണിച്ചു തരാം. നമ്മുടെ വഴിപോക്കൻ്റെ സൈഡ് മിററൊക്കെ പോയി, ബ്രേക്കിൻ്റെ ലിവർ പോയി, ടൂൾസ് വെച്ച് അടിച്ചിട്ട് വെച്ചേക്കാൻ കേട്ടാ. ഹാൻകാർ ഇവിടെ നിന്ന് വഴുതഴിക്ക് പോയതാണ്, അത് ഓഫ് റോഡ് ഇപ്പോൾ പോയല്ല. പിന്നെ നമ്മുടെ സോളോടെ ടവറിൻ്റെ ഫ്രണ്ട് വെച്ചാൽ ഈ വൈസർ പൊട്ടിപ്പോയി. വയസ്സാണ്ട ഇവിടെ നിന്ന് അടിച്ചോണ്ടിരിക്കുക. നമ്മളെ അത് പമ്പിൽ നിന്ന് അടിക്കാം, സീനില്ല. ഗായ്സ്, അപ്പോൾ നമ്മളെ ട്രിപ്പ് ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരെയും കൊണ്ടുവന്ന് അടിപൊളി ഒരു ദിവസം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. നേരെ ഇനി വീട്ടിൽ പോവുകയാണ്. എല്ലാവരെയും കൊണ്ട് വീട്ടിലോട്ട് പോകാനായിട്ട്. അവരെല്ലാവരും എൻ്റെ വീട്ടിലാണ് സ്റ്റേ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. മറ്റൊരു കിടിലം വീഡിയോസുമായി നമുക്ക് വീണ്ടും വരാം. അതുവരയ്ക്കും ഗുഡ് ബൈ.